നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് മഹാരാജ എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ 98 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. പുതിയതായി കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. നിതിലൻ സ്വാമിനാഥനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യ ചിത്രം 2017 പുറത്തിറങ്ങിയ ജനശ്രദ്ധ നേടിയ കുരങ്ങ് ബൊമ്മയായിരുന്നു. മഹാരാജയിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് വിജയ് സേതുപതിയാണ്. അനുരാഗ് കശ്യപിനും ചിത്രത്തിൽ തുല്യ പ്രാധാന്യമുണ്ട്. ഇവരെ കൂടാതെ മമത മോഹൻദാസ്, അഭിരാമി, ഭാരതി രാജ, വിനോദ് സാഗർ, അരുൾ ദോസ് എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മഹാരാജ ഒരു സലൂൺ നടത്തിയാണ് ജീവിക്കുന്നത്. അല്പം എക്സെൻട്രിക്കായ സ്വഭാവമാണ് അയാളുടേത്. എപ്പോഴും ഗൗരവഭാവത്തിൽ നടക്കുന്ന അയാളുടെ മനസ്സ് മുഴുവൻ മകളോടുള്ള സ്നേഹമാണ്. ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചുപോയ അയാൾ മകൾക്കൊപ്പം ഒരു വീട്ടിൽ അവരുടെ പ്രിയപ്പെട്ട ലക്ഷ്മിക്കൊപ്പമാണ് താമസിക്കുന്നത്. പഠനത്തിൽ അല്പം പിറകോട്ടാണെങ്കിലും സ്പോർട്സിൽ മകൾ വളരെ മിടുക്കിയാണ്. അവളുടെ ആക്ടിവിറ്റീസിനൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നത് PT ടീച്ചറാണ്. മമത മോഹൻദാസാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ അവൾ ഒരു സ്പോർട്സ് ക്യാമ്പിൽ പോകുകയാണ്. അതിനിടയിൽ ലക്ഷ്മിയെ ആരോ കടത്തിക്കൊണ്ടുപോയി. മകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മിയെ അവൾ തിരികെ വരുന്നതിന് മുൻപേ തിരികെ കിട്ടാനായി അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നു. കൈക്കൂലി വാങ്ങുന്നതിൽ പേരുകേട്ട അവിടുത്തെ ഓഫീസർക്ക് 7 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാമെന്ന് അയാൾ അറിയിക്കുകയാണ്. മകൾക്ക് പ്രിയപ്പെട്ടതൊക്കെ അയാൾക്കും പ്രിയപ്പെട്ടതായിരുന്നു. പണമൊന്നും അയാൾക്കൊരു പ്രശ്നമായിരുന്നില്ല. ആദ്യമൊക്കെ ഉടക്കി നിന്നെങ്കിലും പിന്നീട് അയാൾക്കൊപ്പം നിൽക്കുകയാണ് ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. അവരുടെ തുടർന്നുള്ള അന്വേഷണമാണ് ചിത്രത്തിൻ്റെ കാതൽ. സാധാരണമായ ഒരു കഥയെ നോൺ ലീനിയർ രീതിയിൽ മികച്ച ഒരു തിരക്കഥയാക്കി എടുത്തിരിക്കുകയാണ് നിതിലൻ സ്വാമിനാഥൻ. നല്ല രീതിയിൽ അതിനെ സംവിധാനം ചെയ്തെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തേണ്ടതെന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആവുകയാണ് മഹാരാജ. ദിനേശ് പുരുഷോത്തമൻ്റെ ക്യാമറയും ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിങ്ങുമാണ് ഇതിന് അദ്ദേഹത്തെ ഏറ്റവും അധികം സഹായിച്ചതെന്ന് പറയാം. ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിങ്ങിനെ വളരെയധികം പ്രശംസിക്കേണ്ടതുണ്ട്. പിന്നെ അജനീഷ് ലോകനാഥിൻ്റെ മ്യൂസിക്കിനെ. ആക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം നന്നായിരുന്നു. ഇടയ്ക്ക് ഒരു പാമ്പിൻ്റെ VFX കടന്നു വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് സീനായിരുന്നത്. ക്ലൈമാക്സുമായി എന്തെങ്കിലും ബന്ധമുള്ളതുകൊണ്ടാവാം പാമ്പിനെ 2 വട്ടം കാണിച്ചതെന്ന് തോന്നി, പക്ഷേ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമാക്സിൻ്റെ ഒരു ഭാഗം പ്രെഡിക്റ്റ് ചെയ്യാൻ പാകത്തിലൊരു സീനുണ്ട്. അനുരാഗ് കശ്യപിൻ്റെ സീനുകൾ വന്നു പോകുന്ന ഒരിടത്താണതുള്ളത്. ആ സീൻ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. എങ്കിലും 100% സംതൃപ്തിയോടെയാണ് തിയേറ്റർ വിട്ടിറങ്ങിയതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. മഹാരാജയുടെ ദേഷ്യവും സ്നേഹവും നിസ്സംഗതയും പിന്നെ ആക്ഷനും എല്ലാം പെർഫെക്റ്റായിട്ട് വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട്. അഭിരാമിയും പിന്നെ വിജയ് സേതുപതിയുടെ മകളായിട്ട് വന്ന പെൺകുട്ടിയും ഒക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപിൻ്റെ അഭിനയവും വളരെയധികം നന്നായിരുന്നു, പ്രത്യേകിച്ചും ക്ലൈമാക്സ് രംഗങ്ങളിൽ. പ്രണയം, വാത്സല്യം തുടങ്ങിയ സ്നേഹത്തിൻ്റെ വകഭേദങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായി അതൊക്കെ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ മൃഗവുമായി പോവും. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെയും എന്തും സഹിച്ച് കൂടെ നിർത്തുക. അഥവാ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടാൽ മൃഗതുല്യനാവാതിരിക്കുക. ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ജഗദീഷ് പളനിസ്വാമി, സുധാൻ സുന്ദരം എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം പാഷൻ സ്റ്റുഡിയോസ് വഴിയാണ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. നല്ലൊരു മികച്ച സിനിമയാണ് മഹാരാജ എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. മറ്റൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം. ആദ്യമായിട്ട് കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.